എന്നാൽ ഇവിടെ മാലിനി അവളുടെ സ്ഥാനത്തേക്ക് ചെന്നിരുന്നു കഴിഞ്ഞതും കോടതി തുടർന്നു. പ്രതിഭാഗത്തിന് വാദിഭാഗത്തോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതാകാം. കോടതിയുടെ ആ ഒരു അനുമതി കേട്ടതും അങ്ങനെയൊരു അനുമതിക്കായി കാത്തിരുന്ന നമ്പ്യാർ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഒരു സിംഹക്കുട്ടിയെപ്പോലെ സടകുടഞ്ഞെഴുന്നേറ്റ് കോടതി മുറിയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി വന്നു നിന്നു. അങ്ങനെ കോടതിയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി വന്നു നിന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതുവരെ തൻ്റെ സഹപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും മുന്നിൽ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും മാനാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും ശേഷം ഓരോ മനസ്സിനെയും നൊമ്പരത്തിൻ്റെ തീച്ചൂളയിൽ നിർത്തുകയും ചെയ്ത മാലിനിക്കും ഒപ്പമുള്ളവർക്കുമുള്ള മറുപടി നൽകാൻ സമയം അത് വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് വേണ്ടവിധം താൻ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് വന്നു നിന്നത്. നടുത്തളത്തിലേക്ക് ഇറങ്ങി വന്നു നിന്ന നമ്പ്യാർ ചുറ്റുപാടുമൊന്നു നോക്കി. ആ നോട്ടത്തിനിടെ അദ്ദേഹം തൻ്റെ എതിർദിശയിലിരിക്കുന്ന മാലിനിയുടെ നേർക്കൊന്നു നോക്കി. ഒരു നിമിഷം അവർ ഇരുവരുടെയും കണ്ണുകൾ തമ്മിലൊന്ന് കോർത്തു. അങ്ങനെ നോക്കി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മാലിനിയെ ദഹിപ്പിച്ചു കളയാൻ പറ്റുന്നത്ര ശക്തി ഉണ്ടായിരുന്നു. ഒപ്പം ചുണ്ടുകളിൽ വല്ലാത്തൊരുതരം പുച്ഛഭാവവും. എന്നാൽ അത് കണ്ട മാലിനിയിൽ യാതൊരുവിധ ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല, അവളുടെ മുഖത്തുനിന്നും തൻ്റെ ആ ആത്മവിശ്വാസം അല്പം പോലും കുറഞ്ഞിരുന്നില്ല. മാലിനിയുടെ നേർക്കുള്ള നമ്പ്യാരുടെ പുച്ഛത്തോടെയുള്ള ആ നോട്ടത്തിന് കാരണവുമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. മാലിനി ഇതുവരെ ചോദ്യം ചെയ്തവരിൽ എല്ലാവരും മാലിനിയോട് പറഞ്ഞിരുന്ന മറുപടി അത് ഒരുപോലെ തന്നെ ഉള്ളവയായിരുന്നു. മാത്രമല്ല, അവൾ ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നും സാധാരണ ഏതൊരാളും ചോദിച്ചു പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ കേസ് നിഷ്പ്രയാസം ജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു നമ്പ്യാർക്ക്. അങ്ങനെ ആ ആത്മവിശ്വാസത്തോടെ നമ്പ്യാർ ബഹുമാനപ്പെട്ട കോടതിയെ നോക്കി ഒന്ന് തൊഴുതു. ശേഷം തൻ്റെ ഘനഗംഭീരമാർന്ന ശബ്ദത്തിൽ ഈ കേസിനെക്കുറിച്ച് വാദിഭാഗം ഇവിടെ പറഞ്ഞതും ചോദിച്ചതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തൻ്റേതായ ഒരു അഭിപ്രായ പ്രസംഗം നടത്തിക്കൊണ്ട് തുടർന്നു. വാദിഭാഗം ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന ഈ കേസ് അത് അവർ മനഃപൂർവ്വം കെട്ടിച്ചമച്ച വെറുമൊരു കള്ളക്കേസ് മാത്രമാണെന്ന് വാദിഭാഗത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്നും പ്രതിഭാഗം നൽകിയ മറുപടിയിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് കുട്ടിയെ തൻ്റെ കക്ഷിയായ വന്ദനയ്ക്ക് തന്നെ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് നമ്പ്യാർ അങ്ങനെ പറഞ്ഞ് തൻ്റെ വാദം ഇവിടെ അവസാനിപ്പിക്കുകയായിരുന്നില്ല. മറിച്ച് ഇങ്ങനെയൊരു കള്ളക്കേസ് കൊടുത്ത് തന്നെയും തൻ്റെ കുടുംബത്തെയും അപമാനിച്ച മാലിനിയെയും അവൾക്ക് കൂട്ടുനിന്ന നാളും പേരും അറിയാത്ത പരാതിക്കാരാരായിരുന്നാലും അവരെയും ഈ കോടതി മുറിക്കുള്ളിൽ വച്ചു തന്നെ തൻ്റെ ചോദ്യങ്ങൾ കൊണ്ട് പിച്ചിക്കീറാൻ തീരുമാനിച്ചു അദ്ദേഹം. അതിൻ്റെ ഭാഗമായി നമ്പ്യാർ കോടതി മുൻപാകെ വാദിഭാഗത്തെ വിസ്തരിക്കാനുള്ള അനുവാദം നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നു. അതോടെ കോടതി ഇങ്ങനെയൊരു പരാതി ഈ കോടതി മുൻപാകെ സമർപ്പിച്ച ആ പരാതിക്കാരെ വിളിക്കുന്നു. ഈ സമയം കോടതി വിളിക്കാൻ പോകുന്ന ആ പരാതിക്കാർ ആരാണെന്നും ആ പേരെന്താണെന്നും അറിയാനുള്ള ആകാംക്ഷയിൽ ചെമ്പകശ്ശേരിയിലെ സകലരും ശ്വാസമടക്കിപ്പിടിച്ച് ചെവികൾ കൂർപ്പിച്ച് അങ്ങനെയിരുന്നു. ഈ സമയം കോടതി ആ പേര് 3 തവണ ഉറക്കെ വായിച്ചു. കൃഷ്ണപുരത്തെ ലക്ഷ്മീവിലാസത്തിൽ കൃഷ്ണദേവയ്യരുടെയും സുബ്ബലക്ഷ്മിയമ്മാളിൻ്റെയും മൂത്തമകൾ ദേവൂട്ടി. ആ പേര് കേട്ടതും അതുവരെ വല്ലാത്ത ഒരു തരം ഗർവ്വോടെ അതിലുപരി അഹങ്കാരഭാവമാർന്ന ഭാവത്തോടെ വാദിഭാഗത്തെ തൻ്റെ നാവിൻതുമ്പിൽ നിന്നും വീഴുന്ന വാക്കുകൾ കൊണ്ട് കീറിമുറിക്കാൻ നിന്ന നമ്പ്യാരും തൻ്റെ അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന വാദിഭാഗത്തെ കാണാൻ വലിയ ആഗ്രഹത്തോടെ നിന്ന ചെമ്പകശ്ശേരിയിലെ മറ്റംഗങ്ങളും കോടതി പരാതിക്കാരിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് വിളിച്ച ആ ഒരു പേര് കേട്ട് ഒരു നിമിഷം ഞെട്ടിത്തരിച്ചിരുന്നു പോകുന്നു.